സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, പാഠഭേദത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം കേട്ട ഒരു വാർത്ത ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ്. കോവിഷീൽഡ് അല്ലെങ്കിൽ ആസ്ട്രാസെനകിൻ്റെ കോവിഡ് വാക്സിൻ അതിന് ഗുരുതരമായ സൈഡ് എഫക്ട്സ് ഉണ്ടെന്ന് ആ കമ്പനി തന്നെ സമ്മതിച്ചിരിക്കുകയാണ്. ഈ വാർത്ത കഴിഞ്ഞ ഏതാണ്ട് 24 മണിക്കൂറായിട്ട് നാഷണൽ മീഡിയകളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാ വാക്സിനുകൾക്കും സൈഡ് എഫക്റ്റ് ഉണ്ട്, അത് നാടോടെ എല്ലാവർക്കും അറിയാം. എന്നാൽ കോവിഡ് വാക്സിനുകൾക്ക് സൈഡ് എഫക്റ്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ ഇത്രയധികം ആളുകൾ പേടിക്കാൻ എന്താണ് കാരണം? നമുക്കറിയാമല്ലോ, കോവിഡ് കാലത്ത് കോവിഡ് വാക്സിൻ എടുക്കണമോ വേണ്ടായോ എന്ന് ആളുകൾ അന്ന് തന്നെ ഒരു വലിയ ആശങ്കയിലായിരുന്നു. മറ്റൊന്നുമല്ല അതിന് കാരണം, കോവിഡ് വാക്സിനുകളൊന്നും വേണ്ട വിധത്തിൽ അതിൻ്റെ ട്രയൽ റൺ, ടെസ്റ്റ് റൺ നടത്താതെയാണ് പെട്ടെന്ന് അടിയന്തര സാഹചര്യം നിമിത്തം വിപണിയിലിറക്കുവാനിടയായി തീർന്നത്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് പരീക്ഷിച്ച് ഗുണമേന്മ ഉറപ്പുവരുത്തുവാൻ സമയം ലഭിക്കാത്ത വാക്സിൻ എടുക്കുന്നത് എത്ര വലിയ പൊട്ടൻഷ്യൽ റിസ്ക് ആണെന്നുള്ള ഒരു ഭയം എല്ലാവരുടെയും അകത്തുണ്ടായിരുന്നു. മാത്രമല്ല, കോവിഡ് വാക്സിൻ അന്തിക്രിസ്തുവിൻ്റെ മുദ്രയാണ്, മൃഗത്തിൻ്റെ സംഖ്യ ഏൽക്കുകയാണ് എന്ന് വരെ പ്രചാരണമുണ്ടായി. അത് കേട്ടിട്ട് പല ആളുകളും വാക്സിൻ എടുക്കരുതേ അത് എതിർക്രിസ്തുവിൻ്റെ മുദ്രയാണെന്നൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. ആ സമയത്ത് പാഠഭേദത്തിലൂടെ ഞാനൊരു വീഡിയോ ചെയ്തു. ഏതായാലും വാക്സിൻ എടുക്കുക എന്ന് പറഞ്ഞാൽ അത് എതിർക്രിസ്തുവിൻ്റെ മുദ്ര എടുക്കുകയാണെന്ന് ആരും ഭയപ്പെടേണ്ട. അതെ, അന്ന് നമ്മളൊക്കെ നേരിട്ട ആ മഹാമാരിയെ നേരിടുവാനുള്ള ഒരു മരുന്ന് മാത്രമാണെന്നൊക്കെ പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്യുവാനിടയെ തീർന്നു. കോവിഡിനെയും കോവിഡ് വാക്സിനെയും അന്ത്യകാല സംഭവങ്ങളുമായി കൂട്ടിയിണയ്ക്കുന്നതിനെതിരായിട്ടായിരുന്നു ആ വീഡിയോ. എന്നാൽ കോവിഡ് വാക്സിൻ, അത് ഏത് കമ്പനിയുടെ വാക്സിൻ ആകട്ടെ, അതിൻ്റെ പാർശ്വഫലങ്ങളെക്കുറിച്ച് ഉറപ്പില്ലാത്തതുകൊണ്ട് എല്ലാവർക്കും ആശങ്കയുണ്ടെന്നും എല്ലാവരെ പോലും എനിക്കും ആ വാക്സിൻ എടുക്കാൻ ആശങ്കയുണ്ടെന്നുമൊക്കെ അന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. ഏതായാലും നോക്കട്ടെ എത്ര നാൾ വരെ കോവിഡ് വാക്സിൻ എടുക്കാതെ പിടിച്ചു നിൽക്കാം എന്നായിരുന്നു എൻ്റെ ഒരു നിലപാട്. ഏതെങ്കിലും ഉറപ്പുള്ള നല്ല കമ്പനിയുടെ വാക്സിൻ വരികയാണെങ്കിൽ അന്നും കാണും എടുക്കാം എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചു വരുന്നു. എന്തായാലും നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് കോവിഡ് കാലം ഒരു അടിയന്തരാവസ്ഥയ്ക്ക് തുല്യമായ സിറ്റുവേഷൻ എന്ന് നമുക്ക് പറയാം. കോവിഡ് അടിയന്തരാവസ്ഥ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. ഒരുപക്ഷെ വാക്സിൻ എടുക്കണ്ട എന്ന് ആഗ്രഹിച്ചവരെ പോലും അല്ലെങ്കിൽ ഭയന്നവരെ പോലും ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ഭയപ്പെടുത്തിയോ നിർബന്ധിച്ചോ വാക്സിൻ എടുപ്പിക്കുന്ന ഒരു സിറ്റുവേഷനായിരുന്നു അന്നുണ്ടായിരുന്നത്. ഒന്നുകിൽ ജോലി സ്ഥലങ്ങളിൽ നിന്നുള്ള പ്രഷർ, അല്ലെങ്കിൽ ട്രാവൽ ചെയ്യേണ്ടവർക്ക് പല സ്ഥലങ്ങളിലും യാത്ര ചെയ്യണമെങ്കിൽ കോവിഡ് വാക്സിൻ സർട്ടിഫിക്കറ്റ് കാണിക്കണം. പ്രത്യേകിച്ചും വിമാനമാർഗമൊക്കെ സഞ്ചരിക്കണമെങ്കിൽ, വിദേശങ്ങളിലേക്ക് പോകണമെങ്കിൽ, എന്തിന് വിദേശം, ആഭ്യന്തര വിമാന സർവീസുകളിൽ പോലും കോവിഡ് വാക്സിൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമായൊരു കാലം. അങ്ങനെ പല വിധത്തിൽ ഒരു മാളിൽ കയറണമെങ്കിൽ പോലും കോവിഡ് വാക്സിൻ ഉണ്ടാകണമെന്ന്, സർട്ടിഫിക്കറ്റ് ഉണ്ടാകണമെന്ന് നിർബന്ധം. ഞങ്ങൾ ഇപ്പോഴും ഓർക്കുന്നു, ആ കോവിഡ് കാലഘട്ടത്തിൽ ഒരിക്കൽ മാളുകളൊക്കെ തുറന്നു വന്ന സമയത്ത് ബോംബെയിൽ ഗൊരഗാവിലെ ഒബ്രോയ് മാളിൽ ഞങ്ങൾ പോയി. ഞങ്ങളെ അകത്ത് കയറ്റിയില്ല, കാരണം കോവിഡ് വാക്സിൻ സർട്ടിഫിക്കറ്റ് ഇല്ല എന്ന കാരണത്താൽ. അപ്പോൾ അങ്ങനെ കുറച്ച് നാൾ പിടിച്ചു നിന്ന് നോക്കി. മറ്റൊന്നുമല്ല കേട്ടോ, കോവിഡ് വാക്സിൻ എതിർക്രിസ്തുവിൻ്റെ മുദ്രയാണെന്നുള്ള ഭയം കൊണ്ടൊന്നുമല്ല. ഇത് നേരത്തെ പരീക്ഷിച്ച് ഉറപ്പ് വരുത്താത്തൊരു വാക്സിൻ എന്ത് ധൈര്യത്തിലാണ് നമ്മുടെ ശരീരത്തിൽ കയറ്റുവാൻ കഴിയുന്നത്? പാർശ്വഫലങ്ങളുണ്ടോ ഇല്ലയോ എന്നറിയാതെ എങ്ങനെയാണ് ഉപയോഗിക്കുവാൻ കഴിയുന്നത്? എന്താണെങ്കിലും നിർബന്ധം ഓരോ ദിവസവും കൂടിക്കൂടി വന്നു. അവസാനം മറ്റ് പല കാര്യങ്ങളിലെ പോലെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ രാഷ്ട്രീയ പ്രൊപ്പഗണ്ടയ്ക്കാണെങ്കിലും ഫേക്ക് ന്യൂസുകൾ ചലിപ്പിക്കാനാണെങ്കിലും ഒക്കെ ഉപയോഗിക്കുന്നത് ബിൽഡിംഗ് സൊസൈറ്റികളുടെ വാട്സപ്പ് ഗ്രൂപ്പാണ്. രവീഷ് കുമാർ എന്ന് പറഞ്ഞ പത്രപ്രവർത്തകൻ ഈ പറഞ്ഞ സൊസൈറ്റി വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ എങ്ങനെയാണ് ഫേക്ക് ന്യൂസുകൾ, എങ്ങനെയാണ് പ്രൊപ്പഗണ്ട തരത്തിലുള്ള വാർത്തകളും വീഡിയോകളും പ്രചരിക്കുന്നതെന്ന് നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ധ്രുവും
വാട്സപ്പ് വഴി എങ്ങനെയാണ് ഇന്ത്യക്കാരെ ബ്രെയിൻ വാഷ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്കും അതാ സംഭവിച്ചത്. ഞങ്ങളുടെ സൊസൈറ്റിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിരന്തരം മെസ്സേജസ്, നമ്മുടെ സൊസൈറ്റിയിലെ എല്ലാവരും വാക്സിൻ നിർബന്ധമായി എടുക്കണം. അങ്ങനെ സൊസൈറ്റി വാട്സപ്പ് ഗ്രൂപ്പിൽ നിരന്തരം ശല്യപ്പെടുത്തലുകൾ. എന്നിട്ടും വാക്സിൻ എടുത്തില്ല. കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ സൊസൈറ്റിക്ക് അകത്ത് തന്നെ വാക്സിൻ കൊടുക്കാനുള്ള ക്യാമ്പ് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഓരോ വീട്ടിലും ഇൻ്റർകോമിൽ വിളിച്ചിട്ട് ഓരോ ഫ്ലാറ്റുകാരോട് ചോദിച്ചു, നിങ്ങൾ വാക്സിൻ എടുത്തോ? എൻ്റെ വീട്ടിലും വിളി വന്നു. ഞാൻ പറഞ്ഞു എടുത്തില്ല. വാക്സിൻ സർട്ടിഫിക്കറ്റ് കാണിക്കണം. സർട്ടിഫിക്കറ്റ് ഇല്ല. എങ്കിലൊരു കാര്യം ചെയ്യ്, സൊസൈറ്റിക്ക് അകത്ത് തന്നെ വാക്സിൻ കൊടുക്കുന്നു, താഴെ വന്ന് ഇപ്പോൾ തന്നെ കുത്തിവെപ്പെടുത്തോണം. അങ്ങനെ നിർബന്ധം സഹിക്കാതെ സൊസൈറ്റിക്കാരുടെ ഒരു തരത്തിൽ മുഖം കറുപ്പിക്കണ്ട എന്നോർത്ത്, ഭീഷണിയെന്ന് പറയാം, നമ്മളും കോവിഷീൽഡ് വാക്സിൻ എടുത്തു. ഈ പറയുന്നത് പോലെ സന്തോഷത്തോടല്ല, നിവൃത്തികേട് കൊണ്ട് ഒരു തരം നിർബന്ധിച്ച്. വേണമെങ്കിൽ ഇങ്ങനെ പറയാം, എനിക്ക് ചികിത്സ എടുക്കണമോ വേണ്ടായോ എന്നുള്ള എൻ്റെ വ്യക്തിപരമാകുന്ന സ്വാതന്ത്ര്യത്തെക്കാൾ അപ്പുറമായിട്ട് ഇത് എടുത്തില്ലെങ്കിൽ ഞാനൊരു രാജ്യദ്രോഹിയായി മാറുമോ എന്ന ഭയം. രാജ്യം ഒരു വലിയ മഹാമാരിയെ നേരിടുമ്പോൾ ആ മഹാമാരിയെ നേരിടാനുള്ള വലിയ സമരത്തിൻ്റെ ഭാഗമായി നടത്തുന്ന കോവിഡ് അഭിയാൻ, അല്ലെങ്കിൽ സമരത്തിൻ്റെ ഭാഗമായി നടക്കുന്ന കോവിഡ് വാക്സിൻ അഭിയാൻ്റെ ഭാഗമായി നമ്മൾ മാറാതെ രാജ്യദ്രോഹി എന്ന് നമ്മളെ മുദ്രയിടുമോ എന്നുള്ള ഭയം. അങ്ങനെയാണല്ലോ എന്ന് പറയുന്നത്. കോവിഡ് വാക്സിൻ എടുത്തില്ലെങ്കിൽ പോലും പറയും ഗവൺമെൻറ്റിൻ്റെ പരിശ്രമങ്ങളെ സപ്പോർട്ട് ചെയ്യാതെ രാജ്യദ്രോഹിയായി നിൽക്കുന്ന ആൻറ്റി നാഷണൽ. അങ്ങനെയുള്ള ഭയങ്ങൾ കൊണ്ടാണ് അവസാനം നിർബന്ധം സഹിക്കാതെ കോവിഡ് വാക്സിൻ എടുത്തത്. വാക്സിൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ച് എനിക്കറിയില്ല, പക്ഷേ ഭയത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അന്നും നമുക്കൊക്കെ ഭയമുണ്ടായിരുന്നു. വേണ്ട വിധത്തിൽ പരീക്ഷിക്കാത്ത ഈ ഒരു വാക്സിൻ എന്തെങ്കിലും പാർശ്വഫലമുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ലായിരുന്നു. മറ്റേത് വാക്സിനും പാർശ്വഫലമുണ്ട്. പക്ഷേ പാർശ്വഫലം എന്താണെന്ന് നേരത്തെ വായിച്ച് പഠിച്ച് അറിഞ്ഞിട്ട് നമുക്ക് ആ വാക്സിൻ എടുക്കുവാൻ കഴിയും. കാരണം ആ വാക്സിൻ വിപണിയിൽ ഇറക്കുമ്പോൾ തന്നെ അതിൻ്റെ പാർശ്വഫലങ്ങളെക്കുറിച്ച് നല്ല പഠനം നടത്തിയിട്ടുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി കോവിഡ് കാലത്ത് ഇങ്ങനെ പഠനങ്ങളൊന്നും നടത്താത്ത ഒരു വാക്സിൻ ഒരു ജനതയ്ക്ക് മുഴുവൻ എടുക്കേണ്ടി വന്നു. ആ വാക്സിൻ ഇപ്പോൾ പരിണിത ഫലങ്ങളുണ്ടെന്നും അത് വലിയ ഫലങ്ങളാണെന്നും അതിൻ്റെ തന്നെ ഉടമസ്ഥർ, അത് പുറത്തിറക്കിയവർ സമ്മതിക്കുമ്പോൾ, തുറന്ന് സമ്മതിക്കുമ്പോൾ ഇംഗ്ലണ്ടിൽ കേസ് നടക്കുകയാണ്. ആസ്ട്രാസെനഗനെതിരെയുള്ള കേസ് 51 പേര് കേസ് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ വാക്സിൻ ഉപയോഗിച്ചവർക്ക് തലച്ചോറിൽ രക്തം കട്ടപിടിക്കുക, ഹൃദയാഘാതം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാകും എന്ന് ഭയമുള്ളത് കൊണ്ട്, അങ്ങനെ ഭയന്ന് ചിലർ കേസ് കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഏതാണ്ട് 100 മില്യൺ യൂറോയ്ക്ക് തുല്യമായ തുക നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്നത് കൊണ്ട് എന്ത് സംഭവിച്ചു? ആ കമ്പനി തുറന്നു പറഞ്ഞു ഈ വാക്സിന് പാർശ്വഫലങ്ങളുണ്ട്. എനിക്ക് പറയാനുള്ളത്, അന്നും ഇന്നും കോവിഡ് വാക്സിൻ എടുക്കാതെ നിന്ന ചില മിടുക്കന്മാരുണ്ട്. അവരൊരു പക്ഷേ എതിർ ക്രിസ്തുവിൻ്റെ മുദ്രയെന്ന് ഭയന്നോണ്ടായിരിക്കാം എടുക്കാതിരുന്നത്. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെ പാർശ്വഫലത്തെക്കുറിച്ച് ഉറപ്പില്ലാത്തത് കൊണ്ടായിരിക്കാം അവരിപ്പോൾ മിടുക്കന്മാരായി. വാക്സിൻ എടുത്ത നമുക്കൊക്കെ അല്പം കൂടെ ഭയത്തിൻ്റെ ടെമ്പറേച്ചർ കൂട്ടുന്ന ഒരനുഭവമായി കോവിഡ് വാക്സിൻ, പ്രത്യേകിച്ചും ആസ്ട്രാസെനഗിൻ്റെ വാക്സിനാണ് നമ്മൾ ഇന്ത്യക്കാരിൽ ഒട്ടുമുക്കാലും എടുത്ത കോവിഷീൽഡ്. നമുക്കറിയില്ല നമ്മുടെ നേതാക്കന്മാരൊക്കെ ഏതാണ് എടുത്തതെന്ന്. ഇന്ത്യയിൽ ഉണ്ടാക്കിയതാണോ വിദേശത്ത് ഉണ്ടാക്കിയതാണോ ഏതാ എടുത്തതെന്ന് നമുക്കറിയില്ല. പക്ഷേ ഇന്ത്യയിലെ ദരിദ്രനാരായണന്മാർ, പാമരന്മാർ, അവരെടുത്തത് പരീക്ഷിച്ചുറപ്പിക്കാത്ത ഈ ആസ്ട്രാസെനഗിൻ്റെ കോവിഷീൽഡാണ്. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞാൽ മതിയാകത്തുള്ളൂ. പാർശ്വഫലങ്ങളുണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം ഇത് എടുത്തവർക്കെല്ലാം ഹൃദയാഘാതവും തലച്ചോറിൽ ആന്തരിക രക്തസ്രാവവും ഉണ്ടാകുന്നൊന്നുമല്ല കേട്ടോ. അങ്ങനെയൊന്നും ഭയപ്പെടേണ്ട. ചിലർക്കൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. മറ്റേത് വാക്സിൻ ഉള്ളതുപോലെ ഈ വാക്സിനും പാർശ്വഫലമുണ്ടെന്ന് മാത്രം. മറ്റുള്ള വാക്സിനുകൾക്ക് പാർശ്വഫലമുണ്ടെന്ന് കുത്തിവയ്പ്പ് എടുക്കുന്നതിന് മുമ്പേ നമുക്ക് വായിച്ച് മനസ്സിലാക്കാനുള്ള ഒരു സമയമുണ്ടായിരുന്നു. പക്ഷേ കോവിഷീൽഡിനെ പോലെയുള്ള അല്ലെങ്കിൽ കോവിഡ് വാക്സിനുകൾക്ക് അങ്ങനെ പരീക്ഷിച്ചുറപ്പിച്ച് പാർശ്വഫലങ്ങൾ എന്താണെന്ന് അറിയുന്നതിന് മുമ്പേ അതൊന്നും അറിയാതെ നമുക്കൊക്കെ ആ വാക്സിൻ എടുക്കേണ്ടി വന്നു. നമ്മുടെ ദുര്യോഗമെന്നല്ലാതെ എന്ത് പറയാൻ. എന്തായാലും നമുക്ക് പ്രാർത്ഥിക്കാം, കോവിഷീൽഡ് എടുത്തവർക്കൊന്നും കുഴപ്പം വരാതിരിക്കട്ടെ, ആരോഗ്യ പ്രശ്നമൊന്നും വരാതിരിക്കട്ടെ.
നമ്മുടെ തലച്ചോറിൽ, നമ്മുടെ ഹൃദയത്തിൽ ഒക്കെ ആ മരുന്നിൻ്റെ എന്തെങ്കിലും പാർശ്വഫലങ്ങളുണ്ടെങ്കിൽ അതൊന്നും നമ്മെ അഫക്റ്റ് ചെയ്യാതെ സർവശക്തനായ ദൈവം നമ്മെ സൂക്ഷിക്കട്ടെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, ഉള്ളുരുകി പ്രാർത്ഥിക്കാം. അതുമാത്രമാണ് ഇനിയും ബാക്കിയുള്ളത്. ദൈവം നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം.